നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ധനവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ പ്രമുഖ ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ ഒക്ടോബർ വരെയുള്ള 20,000 വിമാന സർവീസുകൾ റദ്ദാക്കി. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വിമാന ഇന്ധനമായ മണ്ണെണ്ണയുടെ വില ഇരട്ടിയായതാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. പ്രധാന വിവരങ്ങൾ അനുസരിച്ച് സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കലാണ്. ലാഭകരമല്ലാത്ത ഹ്രസ്വദൂര സർവീസുകളാണ് പ്രധാനമായും ഒഴിവാക്കുന്നത്. സിറ്റി ലൈൻ എന്ന സബ്സിഡിയറി കമ്പനി നിർത്തലാക്കിയതോടെ ഈ പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുള്ള സർവീസുകളാണ് കൂടുതലായും നിർത്തലാക്കുന്നത്. അതേസമയം 10ഓളം മറ്റ് സർവീസുകളായ മ്യൂണിക്ക്, വിയന്ന തുടങ്ങിയ മറ്റ് ഹബ്ബുകൾ വഴി പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഈ നീക്കത്തിലൂടെ ഏകദേശം 40,000 ടൺ ഇന്ധനം ലാഭിക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചു. ഏപ്രിൽ അവസാനത്തോടെ പരിഷ്കരിച്ച വിമാന സമയക്രമം കമ്പനി പുറത്തുവിടും. അതേസമയം ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെ 3ാം ടെർമിനൽ പ്രവർത്തന സജ്ജമായി. സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമ്പോഴും ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിൽ അത്യാധുനികമായ ടെർമിനൽ 3 ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 1.9 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ടെർമിനൽ ഭാവിയിൽ 2.5 കോടി വരെയായി ഉയർത്താൻ സാധിക്കും. 10 വർഷം മുൻപ് ആരംഭിച്ച പണി കോവിഡ് പ്രതിസന്ധികൾ കാരണം വൈകിയാണ് പൂർത്തിയായത്. ഏകദേശം 4 ബില്യൺ യൂറോയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പല്ല് പറിക്കുന്നതിനിടെ നൽകിയ മയക്കുമരുന്ന് അമിതമായതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ജർമ്മനിയിലെ ദന്ത ഡോക്ടർ വിചാരണ നേരിടുകയാണ്. ദന്ത ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിലെ ഔസ്ബുർഗിൽ നടന്ന ദാരുണമായ സംഭവത്തിലാണ് 44-കാരനായ ദന്ത ഡോക്ടർ ഇപ്പോൾ വിചാരണ നേരിടുന്നത്. 67 വയസ്സുകാരനായ രോഗി പല്ല് പറിക്കാനായി ക്ലിനിക്കിൽ എത്തി ശസ്ത്രക്രിയക്കിടെ ശാന്തനാകാൻ നൽകിയ മിഡാസോളം എന്ന മരുന്ന് അമിതമായതാണ് മരണകാരണമെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രമുഖ ബജറ്റ് എയർലൈനായ റയാൻ എയർ തങ്ങളുടെ ചെക്ക് ഇൻ ലഗേജ് കൈമാറ്റ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. വിമാനം പുറപ്പെടുന്നതിന് നിശ്ചിത സമയത്തിന് മുമ്പ് കൗണ്ടറുകളിൽ എത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. നവംബർ 10 ചൊവ്വാഴ്ച മുതൽ ചെക്ക് ഇൻ കൗണ്ടറുകളും ലഗേജ് ഡ്രോപ്പ് പോയിന്റുകളും വിമാനം പുറപ്പെടുന്നതിന് 60 മിനിറ്റ് മുമ്പ് അടയ്ക്കും. നിലവിൽ ഇത് 40 മിനിറ്റ് ആയിരുന്നു. സുരക്ഷാ പരിശോധനകൾക്കും പാസ്പോർട്ട് കൺട്രോളിനും യാത്രക്കാർക്ക് കൂടുതൽ സമയം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ നീണ്ട ക്യൂ കാരണം യാത്രക്കാർക്ക് വിമാനം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഈ 20 മിനിറ്റ് അധികം ലഭിക്കുന്നത് സഹായിക്കും. ലഗേജ് കൈമാറുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഒക്ടോബർ മാസത്തോടെ 95% വിമാനത്താവളങ്ങളിലും സെൽഫ് സർവീസ് മെഷീനുകൾ സ്ഥാപിക്കും. റയാൻ എയർ ആപ്പ് വഴി യാത്രക്കാർക്ക് തന്നെ ലഗേജ് ടാഗുകൾ പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ലഗേജ് ഉള്ള 20%ഓളം യാത്രക്കാരെയാണ് ഈ സമയമാറ്റം നേരിട്ട് ബാധിക്കുക. അതുകൊണ്ട് തന്നെ വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ലഗേജ് കൈമാറ്റം പൂർത്തിയായില്ലെങ്കിൽ യാത്ര അനുവദിക്കില്ല. കയ്യിൽ മാത്രം ബാഗുള്ള ബാക്കി 80% യാത്രക്കാരും വിമാനം പുറപ്പെടുന്നതിന് 60 മിനിറ്റ് മുമ്പെങ്കിലും ബോർഡിംഗ് പാസ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ സുരക്ഷാ പരിശോധനകളിലേക്ക് പ്രവേശനം ലഭിക്കൂ. നിലവിൽ 611 വിമാനങ്ങളുമായി 35 രാജ്യങ്ങളിലെ 233 കേന്ദ്രങ്ങളിലേക്ക് റയാൻ എയർ സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 20 കോടിയിലധികം യാത്രക്കാരാണ് ഈ വിമാന കമ്പനിയെ ആശ്രയിച്ച് യാത്ര ചെയ്തത്. അടുത്തിടെ പുറത്തുവന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെർസ് ജനപ്രീതിയുടെ കാര്യത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു. US ആസ്ഥാനമായുള്ള മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ സർവേയിൽ 76% ജർമ്മൻ പൗരന്മാരും മെർസിന്റെ ഭരണത്തിൽ അതൃപ്തരാണ്. വെറും 19% പേർ മാത്രമാണ് മെർസിനെ പിന്തുണയ്ക്കുന്നത്. മറ്റു നേതാക്കളുമായുള്ള താരതമ്യത്തിൽ ഡൊണാൾഡ് ട്രംപ്, ഇമ്മാനുവൽ മാക്രോ എന്നിവരെക്കാൾ കുറഞ്ഞ ജനപ്രീതിയാണ് മെർസിനുള്ളത്. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സർവേയിൽ ഒന്നാമത്. 70% പിന്തുണയാണ് മോദിക്കുള്ളത്. ജർമ്മനിയിലെ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്ന വൻ പരിഷ്കാരങ്ങളിൽ 12 ലക്ഷം അടിയന്തര കേസുകൾ ഇനി ഒഴിവാക്കും. രാജ്യത്തെ അടിയന്തര ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങളുമായി എമർജൻസി വിഭാഗങ്ങളെ സമീപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും അതുവഴി ഗുരുതരാവസ്ഥയിൽ ഉള്ളവർക്ക് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാനുമാണ് പുതിയ പരിഷ്കാരം. കേന്ദ്ര ആരോഗ്യമന്ത്രി നീന വാർക്കർ അവതരിപ്പിച്ച ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം ഉടനെ ലഭിക്കും. പരിഷ്കാരങ്ങളെ പ്രധാന നിർദ്ദേശങ്ങൾ
നിർദ്ദേശങ്ങൾ നോക്കിയാൽ ഇനി മുതൽ ഒരു രോഗിക്ക് ആംബുലൻസ് വേണോ അതോ ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയാൽ മതിയോ എന്ന് തീരുമാനിക്കുന്നത് രോഗിയല്ല, മറിച്ച് കൺട്രോൾ റൂമുകളിലെ വിദഗ്ധരായിരിക്കും. പ്രാഥമിക വിലയിരുത്തലിന് ശേഷം മാത്രമേ അടിയന്തര സഹായം ലഭ്യമാക്കൂ. 112, 116, 117 നമ്പറുകളുടെ ഏകോപനം, ആംബുലൻസ് സേവനത്തിനുള്ള 112ഉം അടിയന്തരമല്ലാത്ത മെഡിക്കൽ സഹായത്തിനുമുള്ള 116, 117 എന്ന നമ്പറും ഇനി ഡിജിറ്റലായി ബന്ധിപ്പിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അക്യൂട്ട് കൺട്രോൾ സെന്ററുകൾ ടെലിമെഡിസിൻ വഴിയോ വീടുകളിൽ ഡോക്ടറെ എത്തിച്ചോ സഹായം നൽകും. ആശുപത്രികളിൽ പ്രത്യേക എമർജൻസി സെന്ററുകൾ സ്ഥാപിക്കും. ഇവിടെ എത്തുന്ന രോഗികളെ പരിശോധിച്ച് അവർക്ക് അത്യാഹിത വിഭാഗം വേണോ അതോ സാധാരണ OP മതിയോ എന്ന് ഉടൻ തീരുമാനിക്കും. ഈ പരിഷ്കാരത്തിലൂടെ പ്രതിവർഷം 12 ലക്ഷം അനാവശ്യ എമർജൻസി കേസുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതാകെ കേസുകളുടെ 8% വരും. ആരോഗ്യ പ്രവർത്തകരുടെ ഏകദേശം 33 ലക്ഷം മണിക്കൂർ ജോലി സമയം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. അനാവശ്യ ആശുപത്രിവാസങ്ങളും ആംബുലൻസ് യാത്രകളും ഒഴിവാക്കുന്നതിലൂടെ 2031 ഏകദേശം 9 ബില്യൺ യൂറോ ലാഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം ഗുരുതരമായ പരിക്കേറ്റവർക്കും ജീവൻ അപകടത്തിലായവർക്കും മുൻഗണന നൽകാനും അനാവശ്യ തിരക്കൊഴിവാക്കി ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ഈ മാറ്റങ്ങളെന്ന് മന്ത്രി നീന വാർക്കൻ അറിയിച്ചു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മ്യൂണിക്കിൽ റാം തട്ടി മരിച്ച ഫാദർ ജിജു കിലുക്കന്റെ ആത്മശാന്തിക്കായുള്ള വിശുദ്ധ കുർബാന ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് മ്യൂണിക്കിലെ 12 അപ്പസ്തോലന്മാരുടെ പള്ളിയിൽ നടക്കും. ജർമ്മനിയിലെ ഷോൺസ്റ്റാഡ് സഭയുടെ പ്രോവിൻസ് അംഗവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്പുറ അയ്യമ്പുഴ കൊല്ലക്കോട് ഇടഭാംഗവുമാണ് ഫാദർ ജിജു കിലുക്കൻ. 47 വയസ്സായിരുന്നു. ജർമ്മനിയിലെ ശുശ്രൂഷകൾക്കായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ ഉപരിപഠനത്തോടൊപ്പം വൈദിക ശുശ്രൂഷയും ചെയ്തു വരികയായിരുന്നു. അച്ഛന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ മ്യൂണിക്ക് കോൺസുലേറ്റിന്റെയും സഭ അധികൃതരുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഈ വാർത്തയുടെ പൂർണ്ണരൂപം എക്സ്ക്ലൂസീവായി ഞങ്ങൾ ഇന്നലെ, അതായത് ഏപ്രിൽ 21 പബ്ലിഷ് ചെയ്തത് ശ്രദ്ധിക്കുക. ജർമ്മനിയിലെ തൊഴിൽ പ്രതിസന്ധിയിലെ കാരണങ്ങൾ വ്യക്തമാക്കിയാൽ 2026 ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താനായില്ലെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയിലെ തൊഴിൽ മേഖല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം, അതായത് സ്കിൽഡ് വർക്കർ ഷോർട്ടേജ്, രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ടാണ് വിദഗ്ധർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2026 തുടക്കത്തിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ജർമ്മനിയിലുടനീളം 6,17,000 തസ്തികകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത്. 2029 ഇത് ഏകദേശം 4,40,000 തൊഴിലാളികളുടെ സ്ഥിരമായ കുറവിലേക്ക് നയിക്കുമെന്ന് ലേബർ മിനിസ്ട്രി വ്യക്തമാക്കുന്നു. പ്രായമായവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതും പകരം ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യത്തിന് യുവാക്കൾ ഇല്ലാത്തതുമാണ് പ്രധാന വെല്ലുവിളി. കൂടാതെ 2025 കുടിയേറ്റക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവും സ്ഥിതി വഷളാക്കി. ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള മേഖലകൾ നോക്കിയാൽ ആരോഗ്യ പരിചരണം, നിർമ്മാണ മേഖല, സാങ്കേതിക വിദ്യ, സെയിൽസ്, ഗതാഗതം എന്നീ മേഖലകളാണ് തൊഴിലാളികളുടെ വലിയ കുറവുള്ളത്. ഉദാഹരണത്തിന് വൃദ്ധജന പരിചരണ മേഖലയിൽ ഒരു ഒഴിവ് നികത്താൻ ശരാശരി 6 മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേടാണിപ്പോൾ ജർമ്മനിക്കുള്ളത്. എന്നാൽ ഈ ഒഴിവുകൾ നികത്താൻ ഇന്ത്യയിൽ നിന്ന് തന്നെ, കേരളത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി ആളുകൾ ജർമ്മനിയിലേക്ക് കുടിയേറാൻ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിസ പേപ്പറുകൾ അധികാരികളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടും മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഗതികേടാണ് അപേക്ഷകർക്ക് ഉണ്ടാകുന്നത്. യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് കഴിവുള്ളവരെ ആകർഷിക്കാൻ ജർമ്മൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ദ്രുതഗതിയിൽ നടപ്പിലാകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പ്രതിവർഷം 2.8 ലക്ഷം മുതൽ 3.6 ലക്ഷം വരെ കുടിയേറ്റക്കാർ എത്തിയാൽ മാത്രമേ 2040 ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് കണക്കാക്കുന്നത്. ജർമ്മനി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 13 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ബ്രസീൽ, മെക്സിക്കോ, ഈജിപ്ത്, ഇന്തോനേഷ്യ എന്നിവയാണ് മറ്റ് പ്രധാന രാജ്യങ്ങൾ. അതേസമയം വിസ നടപടികൾ എളുപ്പമാക്കുന്നതിനും വിദേശ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ വേഗത്തിൽ താമസം ഉറപ്പിക്കുന്നതിനുമായി ഈ വർഷം തന്നെ പുതിയ ഏകജാലക സംവിധാനം സർക്കാർ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. വിദഗ്ധ തൊഴിലാളികളെ മാത്രമല്ല, സേവന മേഖലയിൽ അവിദഗ്ധ തൊഴിലാളികളെയും ജർമ്മനിക്ക് അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ജർമ്മനിക്ക് വിദേശികളെ കൂടാതെ, അതായത് തൊഴിലെടുക്കാൻ താല്പര്യമുള്ള വിദേശികളെ കൂടാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ലെന്ന് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്.
ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ ബെർലിനിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യ ജർമ്മനി പ്രതിരോധ സഹകരണം ശക്തമാക്കുമെന്നാണ് ഇരുവരും പ്രഖ്യാപിച്ചത്. ഏകദേശം 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബെർലിനിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ്. പ്രതിരോധ വ്യവസായ റോഡ് മാപ്പ്, പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം, ഇരു രാജ്യങ്ങളിലുള്ള സഹകരണം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക പദ്ധതിയിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് സാങ്കേതിക വിദ്യ കൈമാറുന്നതിനും സംയുക്ത നിർമ്മാണത്തിനും വഴിയൊരുക്കുമെന്നും മന്ത്രിമാർ വെളിപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും ജർമ്മനിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഇംപ്ലിമെന്റിംഗ് അറേഞ്ച്മെന്റ് കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് സുരക്ഷാ രംഗത്തെ പുതിയ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തു. സഹകരണം ശക്തമാക്കൽ, സൈനിക പരിശീലനം, സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി ബന്ധം എന്നിവ കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്നും ഇരു രാജ്യങ്ങളും കരുതുന്നു. ഇറാനിയൻ സൈനിക ശേഷി തകർന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെയും അവകാശവാദങ്ങൾ നിലനിൽക്കെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ വിപ്ലവ ഗാർഡ് 2 കൂറ്റൻ ചരക്ക് കപ്പലുകൾ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ഒരെണ്ണം ഇന്ത്യയുടേതാണ്. എപ്പാമീനോണ്ടസ് ദുബായിലെ ജേബൽ ആലിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് യാത്രയായിരുന്ന കപ്പലാണ് ഇറാനിയൻ വിപ്ലവ ഗാർഡ് പിടിച്ചെടുത്തത്. MMC ഫ്രാൻസിസ്ക ആണ് മറ്റേ കപ്പൽ. ഇതാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിൽ ഒന്നാണ്. അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകളെ തിരുത്തിക്കൊണ്ട് US ഇന്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്ന് ഇന്റലിജൻസ് വിഭാഗം വിലയിരുത്തി. സമുദ്രമേഖലയിൽ ഇപ്പോഴും ശക്തമായ പ്രത്യാക്രമണം നടത്താൻ ഇറാന് സാധിക്കുമെന്നാണ് ഇന്റലിജൻസ് വ്യക്തമാക്കിയത്. മേഖലയിലെ സംഘർഷം ആഗോള എണ്ണവിലയെയും ചരക്ക് നീക്കത്തെയും ബാധിക്കുമെന്നതിനാൽ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.